സഞ്ജു സാംസണിന്റെ ചുമലിലേറി നേടിയ ചരിത്ര നേട്ടം ആഘോഷമാക്കുകയാണ് മലയാളി ആരാധകർ. രാത്രി വൈകിയും ആഘോഷങ്ങളുമായി ഫാൻ കൂട്ടായ്മകൾ ഒത്തുകൂടി. കാലങ്ങളായി കാത്തിരുന്ന സ്വപ്ന നേട്ടമാണ് അവർക്കിത്. ആരാധകരുടെ ആവേശത്തിനൊപ്പം ചേരുന്നു കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നിന്നും അഭിജിത്ത് മുഴക്കുന്ന്. അഭിജിത്ത്, അത്രമേൽ സന്തോഷമാകയാൽ ഈ രാവ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് കേരളത്തിലെ സഞ്ജുവിൻ്റെ ആരാധകർ പറഞ്ഞത്. ക്രിക്കറ്റ് ആരാധകർ പറഞ്ഞത് സ്വപ്നതുല്യമായ നിമിഷമായിരുന്നു അത്. ആ പ്രകടനത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിച്ചാലും മതിയാവില്ല. സഞ്ജു ഹീറോയാടാ, ഹീറോ എന്നല്ലാതെ എന്തു പറയാൻ. അപ്പോൾ എങ്ങനെയാണ് ആരാധകരുടെയൊക്കെ ആവേശം നമ്മൾ കണ്ടത് ഇന്നലെ രാത്രിയും ഇന്ന് പകലുമൊക്കെയായി? അരുണാമുഖമായി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഉറങ്ങാത്ത രാവായിരുന്നു ഇന്നലെ. വലിയ ആഘോഷം, ആവേശമൊക്കെ കോഴിക്കോടും നമ്മൾ കണ്ടു. കോഴിക്കോട് ബീച്ചിൽ സൂചി കുത്താനുള്ള ഇടമില്ലായിരുന്നു അരുൺകുമാർ. അത്രയധികം ജനക്കൂട്ടമായിരുന്നു. അവർ വലിയ സ്ക്രീനിന് മുന്നിൽ കളി കാണുന്നു. അതിനുശേഷം ആവേശമായി കോഴിക്കോടിനെ മൊത്തം ത്രസിപ്പിച്ചുകൊണ്ടാണ് അവർ നടന്നു നീങ്ങിയത്. നമുക്കൊപ്പം കുറച്ച് കളി പരിശീലിക്കുന്നവരുണ്ട്, അവർ ആരാധകർ കൂടിയാണ്. ഇവരൊക്കെ ഈ സഞ്ജുവിൻ്റെ നേട്ടം, ഇന്ത്യയുടെ വിശ്വകിരീടത്തിൽ ആ മുത്തമിട്ട നേട്ടം, അതിനെയൊക്കെ ആഘോഷമാക്കിയാണ്. കളി കണ്ടില്ലേ ഇന്നലെ? ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മാച്ചായിരുന്നു. നമ്മളെ ചേട്ടൻ തന്നെ പെർഫോം ചെയ്ത് അത് ഭയങ്കര എന്താ പറയുക, ഒരു ഹാപ്പിനെസ് പേഴ്സണലി. പിന്നെ എല്ലാം ഓൾറൗണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു ചാമ്പ്യൻ ടീമായിരുന്നു അല്ലേ ഇന്ത്യ. അങ്ങനെ തന്നെ മത്സരിക്കുന്നു, വിജയിക്കുന്നു, സഞ്ജുവിൻ്റെ ചിറകിലേറി കിരീടം. അതെ അതെ, നല്ല കളിയായിരുന്നു. കംപ്ലീറ്റ് പെർഫോമൻസ് തന്നെ പറയാം. ഫീൽഡിങ്ങിൽ 1-2 എറർ അല്ലാണ്ട് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഗെയിം തന്നെ. അരുൺ, ഇവർക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് ഈ കളിയൊക്കെ വിശകലനം ചെയ്യാൻ പറ്റും. കാരണം ഇവരിവിടെ അക്കാദമിയിൽ ക്രിക്കറ്റ് പരിശീലിക്കുന്നവരാണ്. ഒരുപക്ഷെ നാളത്തെ സഞ്ജു സാംസൺ ഒക്കെ ഇക്കൂട്ടത്തിൽ ഉണ്ടാവുക അല്ലേ? എന്താ ബാറ്ററാണോ ബാറ്റ്സ്മാനാണോ? ഓൾറൗണ്ടർ. ഒരു നാളെ ഇനിയിപ്പോൾ ഒരു സഞ്ജു ഒക്കെ ആവാനുള്ളൊരു ഒരു മോഹം പ്രതീക്ഷ സഞ്ജു പെർഫോം ചെയ്തത് നല്ല ഹാപ്പിനെസ് ആണ്. ബുംറ നന്നായി ചെയ്ത് നല്ല മാച്ച് തന്നെയാണ്. നല്ല കളിയാണ്. ഏതെങ്കിലും തരത്തിലൊരു ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഏതെങ്കിലും? ഇല്ല, തുടക്കം മുതലേ ഡോമിനേറ്റ് ചെയ്തു. ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും തുടക്കം മുതൽ ഡോമിനേറ്റ് ചെയ്തത് കൊണ്ട് ജയിക്കുന്ന ഉറപ്പായിരുന്നു. കിരീടം വീണ്ടും തുടർച്ചയായി 2ാം തവണ ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ അരുൺ, അങ്ങനെ തന്നെയാണ്. വലിയ ആവേശമുണ്ട്. ഇത് ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ, കുട്ടികളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. വലിയ ആവേശം ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ട്. ബീച്ചിലൊക്കെ അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. വലിയ ജനക്കൂട്ടമായി തന്നെ ഈ വിജയത്തെ വരവേറ്റ് എതിരേറ്റ് ആളുകളൊക്കെ നടന്നു നീങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. സഞ്ജുവിൻ്റെ കൂറ്റൻ കട്ടൗട്ടുകളുമായും ദേശീയ പതാകയൊക്കെ ഉയർത്തിയും പടക്കം പൊട്ടിച്ചും ഒക്കെയായിരുന്നു ആഘോഷം. അത് ഇന്നും നീളുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അരുൺകുമാർ.